ഹലോ മക്കളെ, ഫൈസൽ സാറാണ്. സൈലം എക്സ്ക്ലൂസീവ് ആയിട്ട് SLC മക്കൾക്ക് വേണ്ടി ഇറക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൃത്യമായ വിവരം ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു മെറ്റീരിയലിന്റെ ഉള്ളടക്കം എന്താണ്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് വരുന്നത്, അത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നതെന്ന് ചോദിക്കാനുണ്ട്. ഞാനിതാ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലേക്ക് മാത്രം വരാം. സോഷ്യൽ സയൻസിൽ നമുക്ക് വരുന്നത് 18 ചാപ്റ്റേഴ്സാണ്. ഹിസ്റ്ററിയും ജിയോഗ്രഫിയും കൂടെ കൂട്ടുന്ന സമയത്ത് ഈ 18 ചാപ്റ്റേഴ്സിനെയും കൂടെ നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കുക 4 ടെക്സ്റ്റ് ബുക്ക് അല്ലേ. ജിയോഗ്രഫി 2 ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററി 2 ടെക്സ്റ്റ് ബുക്ക്. ഇങ്ങനെ 4 ടെക്സ്റ്റ് ബുക്ക് ആവുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ ചില ആളുകൾക്ക് ഒരു ഡിഫിക്കൽറ്റി ഒക്കെ ഫീൽ ചെയ്യും. കാരണം ഒരുപാടൊക്കെ പഠിക്കാനുണ്ട്, അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് അറിയില്ല. ആകെയാണെങ്കിലും കഴിഞ്ഞൊരു വർഷത്തെ മോഡൽ എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ നമുക്ക് റിവൈസ് ചെയ്യാനുള്ളൂ. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേതൊക്കെ ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതിനെല്ലാമുള്ള അടിപൊളി സൊല്യൂഷൻ ആയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ ഒരു മെറ്റീരിയലിനെ നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് തന്നെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മെറ്റീരിയലാണ്. ഇതേ രീതിയിൽ തന്നെയാണ് മലയാളം മീഡിയത്തിന്റെ ഉള്ളത്. വലിയ കട്ടിയൊന്നുമില്ല, ബട്ട് എന്നാലാണെങ്കിലും ആവശ്യത്തിനുള്ള എല്ലാ കോണ്ടന്റുകളും വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് നോക്കാം. സോ അങ്ങനെയാണ് മക്കളെ, നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, അതിൽ പ്രധാനമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതേ നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്നതിൽ ആക്ച്വലി നമുക്ക് 10 ചാപ്റ്റേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഹിസ്റ്ററിയിൽ 5 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ജിയോഗ്രഫിയിൽ 5 ചാപ്റ്റേഴ്സുമായിട്ട് 10 ചാപ്റ്റേഴ്സുകളാണ് വരുന്നത്. അതിൽ ഞാൻ നേരെ ജിയോഗ്രഫിയുടെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ജിയോഗ്രഫിയുടെ ഭാഗമാകുമ്പോൾ എനിക്കൊന്നും കൂടെ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ജിയോഗ്രഫിയുടെ ഭാഗത്തേക്ക്. ജിയോഗ്രഫിയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മക്കളെല്ലാവരും പഠിച്ചല്ലോടാ, വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാ കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. മാത്രമല്ല ഓരോ ഏരിയ പറയുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സെയിം ഓർഡർ തന്നെയാണ് കൊടുത്തിട്ട് അതിൽ ഓരോ ഏരിയ വരുന്ന സമയത്തും അവിടെ നിന്ന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസുകളും കാര്യങ്ങളും എല്ലാം എന്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാപ്പ്, ഡയഗ്രാംസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിലെല്ലാ കോൺസെപ്റ്റുകൾക്കും എല്ലാം അപ്പുറമായിട്ട് നമ്മുടെ ഓരോന്നിനും ഏരിയാസ് എന്താണ് 11, 12 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. then അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ചാപ്റ്റർ എൻഡ് പോർഷനിലേക്ക് വരുന്ന സമയത്താണ്. ഇവിടെ മക്കൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് SSLC മോഡൽ എക്സാമിനേഷൻ. SSLC മോഡൽ എക്സാമിനേഷന് ഈ ചാപ്റ്ററിന് 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അതിൽ ഒന്ന് MCQ ആയിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഉണ്ട്. then അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ essay ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ എന്ത് ചെയ്യാണ് നമ്മുടെ essay ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 5 മാർക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളതുണ്ട്. SLC മെയിൻ എക്സാമിനേഷനിലേക്ക് നോക്കുന്ന സമയത്തോ അതും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അത് തന്നെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ മക്കളെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ സബ്ജക്ട്സിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നതും. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഈ ഒരു അക്കാദമിക് ഇയർ നിങ്ങൾ പഠിക്കാൻ നിർബന്ധമായിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും അതിൽ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതിന് വേണ്ടി മക്കൾ വേഗം തന്നെ എന്ത് ചെയ്താൽ മതി, ഈ താഴെ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ സൈലം സ്റ്റോർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. നമ്മുടെ സൈലത്തിന്റെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് സൈലം സ്റ്റോർ എന്ന് പറയുന്ന ഏരിയ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെറ്റീരിയൽ പർച്ചേസ് ചെയ്താലും മതി. നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം ഡെലിവർ ചെയ്യുന്നതാണ്. സോ വേഗം തന്നെ മെറ്റീരിയൽ വാങ്ങിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കണം.